ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്നത്തെ ഒരു സ്പെഷ്യൽ റെസിപ്പി തന്നെയാണ് കേട്ടോ കാണിക്കാൻ പോകുന്നത്. വെജിറ്റേറിയൻ മാത്രം കഴിക്കുന്ന അമ്മയുടെ ഒരു സ്പെഷ്യൽ ചിക്കൻ കറി. ഞാൻ ഓർക്കാറുണ്ട് അമ്മ എങ്ങനെ വെജിറ്റേറിയൻ മാത്രം കഴിച്ചിട്ട് ഈ ചിക്കൻ കറിയും ബീഫും ഒക്കെ നല്ല സൂപ്പർ ടേസ്റ്റിൽ ഉണ്ടാക്കുന്നതെന്ന്. അങ്ങനെ അമ്മയുടെ ഒരു സ്പെഷ്യൽ റെസിപ്പി തന്നെ കണ്ടാലോ. ചിക്കൻ്റെ കാലൊക്കെ ആദ്യം എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ ചിക്കൻ വാങ്ങുമ്പോൾ എപ്പോഴും അതിൻ്റെ ലെഗ് പീസ് എടുത്ത് മാറ്റി വയ്ക്കും. എന്നിട്ട് എല്ലാം കൂടി ഒരുമിച്ചാണ് വെക്കുക ചെയ്യുക. അപ്പോൾ അതേ ആദ്യമായിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഉള്ളിയും വെളുത്തുള്ളിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും പെരിഞ്ജീരകവും ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഏതെങ്കിലും ഐറ്റം പറയാൻ മിസ്സായിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് നോക്കിക്കോട്ടോ. ഈ പറയുന്നതിൻ്റെ ഇടയിൽ ചില സാധനങ്ങളൊക്കെ വിട്ടുപോയിട്ടുണ്ടാവും. അപ്പം വീഡിയോ ഒന്ന് നോക്കി മനസ്സിലാക്കിക്കോട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ ഇട്ട് കൊടുത്തത് കറിവേപ്പിലയാണ്. കറിവേപ്പില പിന്നെ നമ്മൾ ഉണക്കമുളകില്ലേ, അത് പിരിയ മുളകാണ്, അത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, അതും കുറച്ചിട്ട് കൊടുത്തു. അതങ്ങനെ മിക്സിയിട്ട് അടിച്ചു കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ ഓർത്തത് തക്കാളി ഇട്ടില്ലല്ലോ എന്ന്. അങ്ങനെ വേഗം തന്നെ ഒരു 2 തക്കാളി അരിഞ്ഞിട്ട് എന്നിട്ട് മിക്സിയിൽ ഒന്നുകൂടെ ഇട്ട് നല്ലപോലെ ഇട്ട് അടിച്ചെടുത്തു. എന്നിട്ട് ദേ നോക്കിക്കേ, ആ പേസ്റ്റ് നമ്മുടെ ചിക്കനിലേക്ക് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് നല്ലപോലെ തിരുമ്മിയെടുത്തു. പിന്നെ ചിക്കൻ്റെ ലെഗ് പീസ് അങ്ങനെ വരഞ്ഞിട്ടൊന്നും ഇല്ല കേട്ടോ. എന്നാലും ആ മസാല അത് നല്ലപോലെ പിടിച്ചിട്ടുണ്ടായിരുന്നു. കാര്യം നമ്മളിത് രാവിലെ കുറച്ച് നേരം ചെയ്ത് വെച്ചിട്ട് കുറേ ഒരു 1-2 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഇത് ബാക്കിയൊക്കെ ചെയ്യാൻ തുടങ്ങിയത്. എങ്ങനെ ഇതേ നോക്കിക്കേ, നല്ലപോലെ മിക്സ് ചെയ്തു കേട്ടോ. നമ്മളെന്ത് സാധനം ഉണ്ടാക്കിയാലും അതിൻ്റെ റെസിപ്പിയിൽ അരപ്പിൻ്റെ കൂടെ നല്ലപോലെ മിക്സിങ് വരുന്നുണ്ട്. മിക്സ് ചെയ്ത് കഴിഞ്ഞ് കുറച്ച് നേരം വെക്കുകയും ചെയ്യണം. അങ്ങനെ കുറച്ച് നേരം ഇതേപോലെ മിക്സ് ചെയ്തിട്ട് ഒരു 1-2 മണിക്കൂറോളം ഞങ്ങൾ എന്തായാലും വെച്ച് കാണും. എന്നിട്ട് കുക്കർ എടുത്തിട്ട് അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. എന്നിട്ട് അതിലേക്ക് കറിവേപ്പില നല്ലപോലെ നിരത്തി കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് പിന്നെ നമ്മുടെ ഈ ചിക്കൻ്റെ കാലുകളൊക്കെ ഇട്ട് ഒരു വിസിൽ വരുന്നത് വരെ ഇത് വേവിച്ചു. ഇത് വെന്ത് കഴിഞ്ഞ് ഉടനെ ഞങ്ങൾ തുറക്കാനൊന്നും നിന്നില്ല കേട്ടോ. തുറന്നു കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു ഇത് മാറുന്ന കരുതി, ടേസ്റ്റ് മാറുന്ന കരുതി കുറച്ച് നേരം അങ്ങനെ വെച്ചു. ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടാണ് തുറന്നത്. ഈ ചിക്കൻ കറി എല്ലാവരും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുമെന്ന് വിചാരിക്കണം കേട്ടോ. കാര്യം കുറച്ച് സമയമൊക്കെ എടുത്ത് ആ മസാലയൊക്കെ പുരട്ടി അതൊക്കെ പിടിച്ചിട്ട് വേണം നമ്മളെല്ലാം ചെയ്യാനായിട്ട്. എന്നാലല്ലേ അതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അങ്ങനെ ഒരു വിസിൽ വന്നു കഴിഞ്ഞപ്പോഴേക്കും കുറച്ച് നേരം കുക്കർ അങ്ങനെ തന്നെ അടച്ചു വെച്ചു. എന്നിട്ട് ഇത് ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ വേറൊരു ചീനച്ചട്ടിയിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഇതിലെ കുക്കറിൻ്റെ ഉള്ളിലെ ചിക്കൻ്റെ ലെഗ് പീസില്ലേ, അത് ഓരോന്നായിട്ട് എടുത്ത് വറുക്കാൻ തുടങ്ങി. ഓരോന്നായിട്ട് എന്ന് വെച്ചാൽ കുറച്ചെണ്ണമൊക്കെ ഒരുമിച്ചിട്ട് നമ്മുടെ ഇത് വറുത്തെടുക്കാൻ തുടങ്ങി. അപ്പം ജസ്റ്റ് ഷാലോ ഫ്രൈ പോലെ ചെയ്യുന്നുള്ളൂ കേട്ടോ. കാര്യം ചിക്കൻ നമ്മൾ കുക്കറിട്ട് അടിച്ചപ്പോൾ ഓൾറെഡി വെന്തിട്ടുണ്ടല്ലോ. അങ്ങനെ ജസ്റ്റ് ഷാലോ ഫ്രൈ പോലെ ചെയ്തപ്പോഴേക്കും ഇതേപോലെ വരട്ടിയ നല്ലൊരു മസാല തന്നെ കിട്ടി. എന്നിട്ട് വേറൊരു ഫ്രൈ പാനിൽ നമ്മുടെ ആ കുക്കറിലുണ്ടായിരുന്ന ബാക്കി മസാല ഇല്ലേ, അത് നല്ലപോലെ വറ്റിച്ചെടുക്കാൻ വേണ്ടിയിട്ട് വേറൊരു ഫ്രൈ പാനിൽ എടുത്ത് വെച്ചിരുന്നു. അത് നല്ലപോലെ തിളച്ച് വന്നപ്പോഴേക്കും നമ്മുടെ ഈ ഷാലോ ഫ്രൈ ചെയ്ത ചിക്കനും കൂടി അതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലപോലെ പുരട്ടിയെടുത്തു. നല്ല മണം വരുന്നുണ്ടായിരുന്നു കേട്ടോ ഈ സമയത്ത്. കാര്യം നമ്മുടെ ഈ മസാലയുടെ മണം തന്നെ നല്ല മണം ഉണ്ടായിരുന്നു. കുക്കറിൽ നിന്ന് വിസിൽ വരുമ്പോൾ തന്നെ നമുക്ക് ആ സ്മെല്ല് വരുമ്പോൾ തന്നെ നമുക്കത് കഴിക്കാൻ തോന്നുമായിരുന്നു. പക്ഷേ ഇനിയും പ്രോസസ്സ് ഉണ്ടല്ലോ എന്ന് കരുതി ഞങ്ങൾ വെയിറ്റ് ചെയ്തിരുന്നു. അങ്ങനെ നമ്മുടെ അടിപൊളി ചിക്കൻ പുരട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അമ്മ സൂപ്പറായിട്ട് വെച്ചിട്ടുണ്ടേ. അപ്പോൾ നമ്മുടെ വെജിറ്റേറിയൻ അമ്മയുടെ സൂപ്പർ ചിക്കൻ കറി ഇഷ്ടമായ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യണേ. ബായ്.